ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് അമോണിയം ഫെറസ് സൾഫേറ്റ്. അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതൊരു ചെറിയ കോണിക്കൽ ഫ്ലാസ്കിലെടുത്തു. അതിനകത്തേക്ക് കുറച്ച് സൾഫ്യൂറിക് ആസിഡ് ആഡ് ചെയ്തു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനും പ്രിപ്പയർ ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഫെറസ് സോൾട്ടും പൊട്ടാസ്യം പെർമാംഗനേറ്റും റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മീഡിയത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാത്ത ഫെറസിലേക്കാണ് നമ്മൾ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുന്നത്. ഹിയർ യു ക്യാൻ സീ എ ഡാർക്ക് കളർ ഇൻസ്റ്റെഡ് ഓഫ് ദ പെയിൽ പിങ്ക് കളർ ഓഫ് KMnO4. എന്നാൽ ആസിഡ് മീഡിയത്തിലാണെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ കളറ് ഡിസപ്പിയർ ചെയ്യുന്നു. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കളർലെസ് സോൾട്ടായിട്ട് മാറുകയാണ്. Mn2+ സോൾട്ട് ഉണ്ടാകുമെങ്കിലും അതിന് ഒരു പ്രോമിനൻറ്റ് കളർ ഇവിടെ ഇല്ല. ടുവേർഡ്സ് ദ എൻഡ് പോയിൻറ്റ് അതിനകത്തുള്ള ഫെറസ് മുഴുവൻ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതായത് അധികം വന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പിങ്ക് കളർ ഇവിടെ എൻഡ് പോയിൻ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. നമുക്കറിയാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ന്യൂട്രൽ മീഡിയത്തിലും ആസിഡ് മീഡിയത്തിലും ആൽക്കലൈൻ മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. എങ്കിലും ആസിഡ് മീഡിയത്തിലെ റിയാക്ഷൻ അതിൻ്റെ ഷാർപ്പ് കളർ ചേഞ്ചാണ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടൈട്രേഷൻ അല്ലെങ്കിൽ പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ്റെ അടിസ്ഥാനം. അല്പസമയത്തിന് ശേഷം ഈ രണ്ട് സൊല്യൂഷനും ഇങ്ങനെ മാറി. ഇതിൻ്റെ എല്ലാം തിയറി മനസ്സിലാക്കുന്നത് രസകരമല്ലേ?